ഹായ് ഹലോ, നമുക്ക് പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. നമുക്ക് ഒരു 3 ടയർ കേക്ക് കൊടുക്കാനുണ്ട്, പിന്നെ ഒരു 1 kg കേക്കും, പിന്നെ അടുത്ത ദിവസമായിട്ട് നമുക്കൊരു സ്ക്വയർ കേക്കും. ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ 3 ടയർ കേക്കിൻ്റെ വെയിറ്റ് 2.5 കിലോ 2.5 kg ആണ്. പിന്നെ നമുക്കൊരു റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പിന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഇല്ല, ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ കേക്കിൻ്റെ സ്പഞ്ചുകൾ ഞാൻ ഈ ഒരു 3 ടയർ കേക്കിനുള്ളതും പിന്നെ ഒരു 1 kg കേക്കിനുള്ള സ്പഞ്ചും കൂടി ഒന്നിച്ചാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കുകൾ ഓരോന്നായിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കേക്കിൽ വാനിലയാണ് ഫ്ലേവർ, അതുകൊണ്ട് തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡാണ് കേട്ടോ നമ്മൾ ഓരോന്നിലും ആഡ് ചെയ്യണത്. ഈ ഒരു കേക്ക് നമ്മൾ ഓൾറെഡി ഈ സെയിം ഡിസൈനിൽ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസൈനിൽ അത് തന്നെയാണ് കേട്ടോ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്തത് ഒരു ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെഡ് കളറാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ബേബീൻ്റെ ഡ്രസ്സും ഡെക്കറേഷനും വന്നിട്ട് റെഡാണ്. അപ്പോൾ ഫുൾ റെഡിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാർക്ക് കളേഴ്സ് നമുക്ക് ക്രീമിൽ കിട്ടുക എന്നുള്ളത് നല്ല ടാസ്ക്കാണ് കേട്ടോ. കാരണം ലൈറ്റ് കളേഴ്സ് നമുക്ക് ഒരു 2-3 ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഡാർക്ക് കളർ റെഡ് ആയാലും ബ്ലാക്ക് ആയാലും അങ്ങനെ നല്ല ഡാർക്ക് കളറ് കിട്ടുമ്പോൾ ഒരുപാട് കളർ ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് അത്രയും കളർ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ലൈറ്റ് ഷെയ്ഡ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കളറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് നമ്മൾ ഫുൾ ക്രം കോട്ട് ചെയ്ത് കയറ്റുകയാണ്. കാരണം അടുത്ത ദിവസമായിട്ട് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കേക്കും ഞാൻ ആദ്യം ക്രം കോട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടല്ലോ ഈ ഓർഡേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആ ഒരു പോയ പരിപാടിക്ക് നമുക്കൊരു എന്താ പറയുക ഫുള്ളായിട്ട് അവിടെ നിൽക്കാൻ കഴിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. നമുക്ക് പൊതുവേ ഓർഡേഴ്സ് ഉണ്ടെങ്കിലും വീട്ടിലാണെങ്കിലും എനിക്കത് ചെയ്ത് കസ്റ്റമറിൻ്റെ അടുത്ത് കൊടുത്ത് അവർ അതിൻ്റെ പിക്ക് നമുക്ക് അവരുടെ ഒരു കേക്ക് കട്ടിങ് ഫോട്ടോ കയ്യിൽ കിട്ടുവോളം എനിക്ക് എന്താ അറിയില്ല, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അത് എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ അല്ലുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. കാരണം നമ്മൾ കേക്കിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ചില ടൈമിൽ അവൻ്റെ മൂഡ് മാറും. ചിലപ്പോൾ നാളെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ വെറുതെ വാശി പിടിക്കും. അപ്പോൾ നമ്മൾ ഒരു ടൈം ടേബിളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ആദ്യം രാവിലെ ചെയ്ത് വെക്കാമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാലും ആ ടൈമിലായിരിക്കും കേട്ടോ ചിലപ്പോൾ അവൻ്റെ ഒരു വാശിയും കുറുമ്പൊക്കെ. ചില ടൈമിൽ ഓക്കെയാണ്, ചില ടൈമിൽ ആൾക്ക് ചിലപ്പോൾ ആരെയും പറ്റില്ല, അപ്പോൾ ഞാൻ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ നടന്നോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. മറ്റേത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആവുന്ന ടൈമിലാണെങ്കിൽ സീനില്ല, കാരണം ആദ്യമേ ചെയ്ത് വെക്കാം, ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ലല്ലോ. ഇപ്പോൾ അല്ലുണ്ടായതിന് ശേഷം ഞാൻ മാക്സിമം എല്ലാവരുടെ അടുത്തും കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ പറയൽ 2 ദിവസം മുന്നേ ഓർഡർ തരണം എന്നാണ് കേട്ടോ. കാരണം സ്ഥിരമായിട്ട് നമുക്ക് തരുന്ന കസ്റ്റമേഴ്സിന് നമുക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ അറിയാം അല്ലുണ്ടായതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവർ മാക്സിമം നേരത്തെ തരാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും തന്നെ അത് പെട്ടെന്ന് ചെയ്തു വെക്കാം. അപ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. പിന്നെ അതുമല്ല, ഒരുപാട് ഓർഡേഴ്സ് ഉള്ള ദിവസമാണ് എനിക്ക് വേറെ പുറത്തുനിന്നുള്ള ഓർഡർ വരിക. അതങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർഡർ വേറെ പുറത്തുനിന്ന് വിളിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്ന ഓർഡർ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ടെൻഷനില്ല കേട്ടോ ആ ഓർഡർ എടുക്കുക. അതല്ലെങ്കിൽ പിന്നെ ഈ ഓർഡറും ആ ഓർഡറും എല്ലാം കൂടി നമുക്ക് ഫുൾ ഹറി ബറിയായിട്ട് ഒരു എന്താ പറയുക ഫുൾ ടെൻഷനായിരിക്കും കേട്ടോ. പിന്നെ ആ ഒരു ടെൻഷൻ നമുക്ക് പെട്ടെന്ന് ദേഷ്യമായിട്ട് മാറും. പിന്നെ ഒന്നിലൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഓർഡേഴ്സ് തരുമ്പോൾ 2 ദിവസം മുന്നേ തരാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ. ഇത്രയും കളറേ ഞാൻ റെഡ് കളർ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ കസ്റ്റമർക്ക് ഈ ഒരു കളർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓവർ റെഡ് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ കേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു 1 kg കേക്ക് ഞാനിതിൽ കാണിക്കണില്ല കേട്ടോ. അതൊരു ആനിവേഴ്സറി കേക്കായിരുന്നു. അത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു 3 ടയർ കേക്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോൻ്റെ നെയിം നമ്മൾ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഹൽ എന്നാണ് കേട്ടോ കുട്ടിയുടെ നെയിം. അപ്പോൾ ഞാൻ കടയിൽ വിളിച്ചിട്ട് സോഹൽ കട്ട് ചെയ്ത് പറയാൻ പറഞ്ഞപ്പോൾ അവർ സോഹലാണ് കൊടുത്തയച്ചത്. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ച് പറഞ്ഞു സോഹലല്ല സോഹലാണ്, സെഡ് ആണ്, ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ
അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു, കൊടുത്തയച്ചു. ഞാൻ പിന്നെ അത് തുറന്ന് നോക്കിയില്ല കേട്ടോ. ഞാനത് പിറ്റേ ദിവസം കൊടുക്കുന്ന ടൈമിലാണത് തുറന്ന് നോക്കുന്നത്. ഞാൻ കറക്റ്റ് സോഹലിനായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോൾ അപ്പോഴാണ് ഞാൻ കാണുന്നത് സെഡ് ആണ് എന്നുള്ളതാണ് കേട്ടോ ആ ഒരു ഷോപ്പിലത്തെ ആൾ കട്ട് ചെയ്തിട്ടുള്ളത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർ നല്ല തിരക്കുള്ള ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വലിയ ഹെവി വർക്കൊക്കെ എടുക്കുന്ന ആൾക്കാർ, നമ്മൾ ഈ ഒരു ചെറിയ കട്ടിങ്ങൊക്കെ വിളിച്ചു പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഷോപ്പിലധികം പോകാറില്ല കേട്ടോ. ഞാനിങ്ങനെ വിളിച്ചു പറയും, ഇക്ക് വരുമ്പോൾ കൊണ്ടുവരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം 2-3 പ്രാവശ്യം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ കൊടുത്തയച്ചപ്പോൾ ഞാൻ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ സോഹലാണ്, പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതിങ്ങനെ ചേഞ്ച് ആയി മാറി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ സോഹൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. സോഹലിനല്ല സോഹലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ നമ്മൾ അതിന് മാച്ചായിട്ടുള്ള ഈ റെഡ് ബോൾസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേയൊക്കെ അവരെ ഡെക്കറേഷന് നല്ല മാച്ചായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ആ സെയിം മോഡൽ തന്നെയാണ് കസ്റ്റമർ ചൂസ് ചെയ്തത്. ചേഞ്ചസ് ആകെ ഒരു ടെഡ്ഡി ബിയർ ഉണ്ടായിരുന്നു, അത് വെക്കണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ നമ്മൾ ചെയ്ത വർക്കിലൊരു ടെഡ്ഡി ബിയർ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ സെയിം ആയിരുന്നു കേട്ടോ. ഈ ഒരു കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലേക്ക് അവരെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇവിടുത്തെ റിലേറ്റീവ് ആയിരുന്നു, അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു ഉമ്മാനിട്ട്. പിന്നെ നമ്മൾ അടുത്ത ദിവസമാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്ക്വയർ കേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ബേക്കിങ്ങും കാര്യങ്ങളും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. രാത്രിയാണ് കേട്ടോ ഞാനിത് ഫൈനൽ കോട്ട് ചെയ്യണത്. ഇതൊരു ഹൗസ് വാമിങ്ങിനുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൽ വൈറ്റ് കേക്ക് മതി, അങ്ങനെ കളറൊന്നും ആഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ മുകളിൽ ഒരു ചെറിയൊരു വീട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫോണ്ടൻറ്റ് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് മോഡൽ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അവർക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഇഷ്ടമായില്ല, അതിൽ കൂടുതൽ ഫോണ്ടൻറ്റിൽ ചെയ്യാനുള്ള വർക്കുകളായിരുന്നു. അപ്പോൾ ഫോണ്ടൻറ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അവരത് മാറ്റാൻ പറഞ്ഞത്. അപ്പോൾ ക്രീമിൽ ഡയറക്റ്റ് ഒരു വീട് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ് കേട്ടോ, പ്രത്യേകിച്ച് ഞാനൊക്കെ വരച്ച് കഴിഞ്ഞാൽ. എന്തായാലും ഞാൻ സാധാ നമ്മൾ ചിത്രമൊക്കെ വരയ്ക്കണ പോലെ ഞാനൊരു ചെറിയൊരു വീട് വരച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു ഗ്രേ കളറാണ് കേട്ടോ, ബ്ലാക്ക് കളറിൽ ഗ്രേ കളർ ഉദ്ദേശിച്ചാണ് ചെയ്തത്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി അവർ വീടിൻ്റെ നെയിം തന്നിട്ടുണ്ടായിരുന്നു, അവരുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ നെയിം തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഹൗസ് വാമിങ്ങിന് അവരുടെ സിസ്റ്റേഴ്സ് ബ്രദർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന കേക്കാണേ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.